ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷമീസ് കിച്ചൻ. എല്ലാവർക്കും സുഖമാണല്ലോ. എല്ലാവരും സേഫായിട്ടിരിക്കണം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി നല്ലൊരു ഉഷാറ് പായസമാണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നമ്മുടെ ഈ ഷമീസ് കിച്ചൻ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇത് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. കൂടെ തന്നെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കനിൽ ഓൾ കൂടി ഒന്നും മറക്കാതെ പ്രസ് ചെയ്തേക്കണം. എന്നാൽ ശരി, നമുക്കിനി വീഡിയോയിലേക്ക് പോകാം. വളരെ സിമ്പിളായിട്ടാണ് നമ്മൾ ഈ പായസം തയ്യാറാക്കിയെടുക്കുന്നത്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് നമുക്കൊരു കടായി അടുപ്പത്തേക്ക് വെച്ചിട്ട് അത് നല്ലതുപോലെ ഒന്ന് ചൂടായിട്ട് വരുമ്പോഴത്തേക്കും അതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ അളവിൽ നെയ്യ് ചേർത്ത് കൊടുക്കാം. ഈ നെയ്യെല്ലാം ഒന്ന് ചൂടായിട്ട് വരുമ്പോഴത്തേക്കും പിന്നെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു 1/2 കപ്പ് അളവിൽ സാബൂനരിയാണ്, ചവ്വരി എന്നും പറയും. അപ്പോൾ ആ സാബൂനരി നമുക്കിതിൻ്റെ കൂടെ ചേർത്ത് കൊടുത്തിട്ട് ചെറുതായിട്ടൊന്ന് വറുത്ത് കൊടുക്കാം. ഓരോ ചവ്വരിയും ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ നിൽക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ 1 ടീസ്പൂൺ നെയ്യിൽ ഫസ്റ്റ് ഇതൊന്ന് വറുത്തെടുക്കുന്നത്. 1 മിനിറ്റ് നന്നായിട്ട് നമ്മളൊന്ന് വഴറ്റി കൊടുക്കുമ്പോഴത്തേക്കും നല്ലതുപോലെ ഒന്ന് ചൂടായിട്ട് കിട്ടും. ആ ചൂടായതിന് ശേഷം പിന്നെ നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളവും ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഇതൊന്ന് വേവിച്ചെടുക്കാം. നമുക്ക് വേണമെങ്കിൽ ഇത് കുക്കറിൽ വേവിച്ചെടുക്കാവുന്നേ ഉള്ളൂ. പക്ഷേ കുക്കറിൽ വേവിച്ചെടുക്കുമ്പം കുറച്ചുകൂടി ഇങ്ങനെ കട്ടയായിട്ട് കിട്ടും, നല്ലതുപോലെ എല്ലാം കൂടി മിക്സായി പോകും. അത് തന്നെ നമ്മളിപ്പോൾ കടായിൽ ഒരു പാത്രത്തിലെങ്ങാനും വേവിച്ചെടുക്കുമ്പോഴത്തേക്കും ഓരോന്നും ഇങ്ങനെ ചെറിയ ചെറിയ മുത്തുകൾ പോലെ കിടപ്പുണ്ടാകും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ തന്നെ വേവിച്ചെടുക്കുന്നത്. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതിയാവും. വെള്ളം എങ്ങാനും കുറഞ്ഞു പോകണമെന്നുണ്ടെങ്കിൽ ആവശ്യത്തിന് കുറച്ചുകൂടി വെള്ളം കൂടി ചേർത്ത് കൊടുത്തേക്കണം. ഇപ്പോൾ നമ്മുടെ സാബൂനരിയെല്ലാം നല്ല സൂപ്പറായിട്ട് വെന്തിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിൽ വേണം നമുക്ക് കിട്ടാനായിട്ട്. കാണുമ്പോൾ തന്നെ അറിയാമല്ലോ, നല്ല മുത്തുമണികൾ പോലെയാണ് ഓരോ അരിയും കിടക്കുന്നത്. അപ്പോൾ ഈ ഒരു രീതിയിൽ വേണം നമുക്കിത് കിട്ടാൻ വേണ്ടിയിട്ട്. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു 1/2 കപ്പ് അളവിൽ കണ്ടൻസ്ഡ് മിൽക്ക് കൂടിയാണ്. അപ്പോൾ നല്ലൊരു മധുരത്തിന് വേണ്ടിയിട്ടും അതുപോലെ നല്ലൊരു ഫ്ലേവറൊക്കെയാണ് നമുക്ക് കണ്ടൻസ്ഡ് മിൽക്ക് ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ ഇതിൻ്റെ റെസിപ്പി ഞാൻ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, അത് ആവശ്യമുള്ളവരൊന്ന് കണ്ടേക്കണം. അപ്പോൾ ഈ 1/2 കപ്പ് അളവിൽ കണ്ടൻസ്ഡ് മിൽക്കും ചേർത്തിട്ട് നല്ലതുപോലെ നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതെല്ലാം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് 1 കപ്പ് അളവിൽ പാലാണ്. 1 കപ്പ് പാലെന്ന് പറയുന്നത് ഇത് 250 ml പാലുണ്ട്. അപ്പോൾ 250 ml പാലും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് ഒരു 2 ചെറിയ ഏലക്കയാണ്. ഇപ്പോൾ നമ്മുടെ കയ്യിൽ ഏലക്കാ പൊടി ഉണ്ടെങ്കിൽ അത് ചേർത്താലും മതിയാവും. ഏലക്കാ പൊടി ചേർക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ ചെറിയ ചെറിയ കറുത്ത പുള്ളികൾ ഇങ്ങനെ അവിടെ ആയിട്ടുണ്ടാവും. അതേ നമ്മളെ ഏലക്ക മുഴുവൻ ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ ആ ഒരു പ്രശ്നം ഉണ്ടാവില്ല. നമ്മുടെ പായസമൊക്കെ തയ്യാറാക്കിയതിന് ശേഷം അതങ്ങ് എടുത്ത് മാറ്റിയാൽ മാത്രം മതിയാവും. അപ്പോൾ ഇനി ഇതെല്ലാം ഒന്ന് നല്ലതുപോലെ തിളച്ചിട്ട് വരട്ടെ. ഇപ്പോൾ നമ്മുടെ പായസമൊക്കെ നന്നായിട്ടൊന്ന് തിളച്ചിട്ട് വരികയാണ്. ഈ തിളച്ച് വരുന്ന ടൈമിൽ നമുക്കിനി ആവശ്യമുള്ള കുറച്ച് പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കാം. നമ്മുടെ ഈ 1/2 കപ്പ് അളവിൽ കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്തില്ലേ, അത് അത്രയും തന്നെ കറക്റ്റ് മധുരം ഉണ്ടാവില്ല. അതിൻ്റെ പേരിൽ ഒരല്പം ഒരു 1/4 കപ്പ് അളവിൽ മാത്രമേ ഉള്ളൂ, ഒരു 4-5 ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാരയും കൂടി ചേർക്കുകയാണ്. അത് നമ്മുടെ മധുരത്തിനനുസരിച്ചിട്ട് ചേർത്താൽ മതിയാവും. ഇതേ നമുക്ക് തന്നെ ഈ പഞ്ചസാര സ്കിപ്പ് ചെയ്തിട്ട് ബാക്കി പകരം കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്താലും കുഴപ്പമൊന്നുമില്ല. ഇതെല്ലാം ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് തിളച്ച് വന്നു കഴിഞ്ഞാൽ നമ്മുടെ പവിഴ പായസം ഇപ്പോൾ ഏകദേശം റെഡിയായിട്ട് വരണുണ്ട്. ഇത് കാണുമ്പോൾ തന്നെ അറിയാലോ, എല്ലാം നല്ല മുത്ത് പോലെ കിടപ്പുണ്ട്. അപ്പോൾ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഇതൊന്ന് മാറ്റി വെക്കാം. ഇനി ഇതിന് മുകളിലേക്ക് നമുക്ക് മറ്റൊരു കാര്യം കൂടി ചേർത്ത് കൊടുക്കേണ്ടതുണ്ട്. അപ്പോഴാണ് നമ്മുടെ പായസം നല്ല കറക്റ്റായിട്ട് റെഡിയായിട്ടുണ്ടാവുന്നത്. അതിന് വേണ്ടിയിട്ട് ചെറിയൊരു പാൻ അടുപ്പത്തേക്ക് വെച്ചതിന് ശേഷം അതിലേക്ക് നമുക്ക് ഒരു 2 ടീസ്പൂൺ അളവിൽ നെയ്യ് ചേർത്ത് കൊടുക്കാം. ഈ നെയ്യെല്ലാം ഒന്ന് ചൂടായിട്ട് വരുമ്പോഴത്തേക്കും പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് ഒരു നേന്ത്രപ്പഴം, ഏത്തൻപഴമാണ്. അപ്പോൾ ആ നേന്ത്രപ്പഴത്തിൽ ഒന്ന് എടുത്തിട്ട് ഇതുപോലെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ആ നേന്ത്രപ്പഴം കൂടി നമുക്ക് ഈ പാനിലേക്ക് വെച്ച് കൊടുക്കാം. എല്ലാ പഴവും ഇതുപോലെ ഒന്ന് അടുക്കി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേണ്ടത് ഒരു സൈഡ് നല്ലതുപോലെ ഒന്ന് കളറ് മാറ്റിയെടുക്കണം. നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളർ വരുന്നത് വരെ ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഈ ഒരു രീതിയിൽ നന്നായിട്ട് ഇതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി തുടങ്ങുമ്പോഴത്തേക്കും പിന്നെ നമുക്ക് മറിച്ചിട്ട് കൊടുക്കില്ല. അതിനുശേഷം പിന്നെ നമുക്ക് വേണ്ടത് ഇതിൻ്റെ കൂടെ കുറച്ച് അണ്ടിപ്പരിപ്പ് കൂടിയാണ്. നമ്മൾ ഫസ്റ്റിലെ അണ്ടിപ്പരിപ്പ് ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അണ്ടിപ്പരിപ്പെല്ലാം കരിഞ്ഞു പോകും. അതിൻ്റെ പേരിലാണ് ഈ ഒരു സമയത്ത് ചേർക്കുന്നത്. അപ്പോൾ അണ്ടിപ്പരിപ്പെല്ലാം ചേർത്ത് കൊടുത്തിട്ട് 2 സൈഡും നമ്മുടെ ഈ പഴമൊക്കെ കറക്റ്റായിട്ടൊന്ന് ഗോൾഡൻ ബ്രൗൺ കളർ ആയിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കിത് എടുക്കാവുന്നേ ഉള്ളൂ. നമ്മൾ ഇതിലേക്ക് മുന്തിരി ഒന്നും ചേർക്കുന്നില്ല, അണ്ടിപ്പരിപ്പ് മാത്രമേ ചേർക്കണുള്ളൂ. അപ്പോൾ ഇതെല്ലാം റെഡിയായി കഴിഞ്ഞാൽ ഇനി നമുക്ക് വേണ്ടത് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന പായസം എല്ലാം ഞാനിപ്പോൾ ഒരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിന് മുകളിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന ഓരോ പഴവും ഇതിന് മുകളിലേക്ക് ചെറുതായിട്ട് വെച്ച് കൊടുക്കാം. അതിനുശേഷം ഓരോ അണ്ടിപ്പരിപ്പൊക്കെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള പവിഴ പായസം റെഡി ആയിട്ടുണ്ട്.
വളരെ വളരെ സിമ്പിളാണ്, പക്ഷെ കഴിക്കാൻ വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു പായസമാണ്. ഒരു തവണയെങ്കിലും നിങ്ങളതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ പിന്നെ നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇത് തയ്യാറാക്കി നോക്കും ഉറപ്പായിട്ടും. അപ്പോൾ ഈ വിഷുവിനെ പായസമൊക്കെ തയ്യാറാക്കുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് ഇത് നല്ലതുപോലെ ഇഷ്ടമാവും. ഈ മധുരം പോലെ തന്നെ എല്ലാവർക്കും നല്ലൊരു ദിവസം കൂടി ആശംസിക്കുകയാണ്. അപ്പോൾ നമ്മൾ വീണ്ടും നല്ലൊരു ഉഷാറ് വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, എല്ലാവരും സേഫ് ആയിട്ടിരിക്കണം. ടേക്ക് കെയർ ഡിയർ ഫ്രണ്ട്സ്.